ഇതിൻ്റെ ഡയാന്തസ് പ്ലാന്റ് ആണ്. മഴ കാരണം നമ്മളിവരെ കുറച്ച് പേരെ മാറ്റിയിരുന്നു. അപ്പോൾ ഇതിൽ 3-4 പേരെ എനിക്ക് രക്ഷപ്പെട്ട് കിട്ടി. ബാക്കിയുള്ളവരുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലപോലെ ഹാങ്ങിങ് ആയിട്ട് വന്നതാണ്. ഇത് വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇലയെല്ലാം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് പ്രൂൺ ചെയ്ത് ക്ലീൻ ചെയ്താക്കാൻ പോവാം. കാര്യം ഇത് ഫുള്ള് പോവാറായ അവസ്ഥയാണ്. ഒരെണ്ണം മൊത്തത്തിൽ കരിഞ്ഞു പോയി. നല്ലൊരു കളറായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചതിൻ്റെ കരിഞ്ഞ മുട്ട്, ഇല ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ഇതിനെ ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് മഴയത്തായിരുന്നു ഇരുന്നത്. ഇപ്പോൾ അതിനെ മാറ്റി നമ്മളൊരു ഷെയ്ഡിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പെറ്റൂണിയ പ്ലാന്റ് ആണ്. നിങ്ങൾ കണ്ടതാണ് 9 വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കഷ്ടിച്ച് 1, 2, 3, 4 വെറൈറ്റി ഉണ്ട്. ഒരെണ്ണം അപ്പുറത്തിരിക്കും. ഏകദേശം എല്ലാം പോയി തുടങ്ങി. കാര്യം മഴ നമ്മളെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഏകദേശം ഇങ്ങനെ പോവാറായിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ ചെറിയ ചെറിയ തണ്ടുകൾ വെട്ടി ഞാനിങ്ങനെ ചകിരിച്ചോറിലാക്കി വെച്ചിട്ടുണ്ട്. അത് കിളിച്ച് വരുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ വാങ്ങിയ പ്ലാന്റാണ്. ഇത് പ്രൂൺ ചെയ്ത് നിർത്തി ഞാനിതിനെ മഴയത്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പുതിയ ഫ്ലവർ വന്നതാണ് എനിക്ക് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, മുട്ട് മാത്രമായിട്ടുള്ള. പ്രൂൺ ചെയ്യുന്ന ശേഷമുള്ള റിസൾട്ടാണിത് കേട്ടോ. അതിൻ്റെ വയലറ്റാണിത്. ഇയാളും കുഴപ്പമില്ല, ഏകദേശം കുഴപ്പമില്ലാതിരിക്കുന്നത്. ഞാൻ മഴയത്താണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ അവസ്ഥയെന്ന് എനിക്കറിയാൻ വയ്യ. വൈറ്റ് റോസാണ്. ഇങ്ങനെ കൊല കുത്തി പിടിക്കും. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റണം മൊത്തത്തിൽ. പൂവെല്ലാം ഏകദേശം കരിഞ്ഞു തുടങ്ങി. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് എൻ്റെ കാശ്മീർ റോസാണ്. ഞാനിത് പ്രൂൺ ചെയ്ത് വിട്ട് റോസ് വളം ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും മുട്ട്, നല്ല ഇലകൾ. ഇതെൻ്റെ മെലസ്റ്റോമ പ്ലാന്റ് ആണ്. ഞാൻ മൂന്നാറിൽ നിന്നൊരു 5 വർഷം മുമ്പേ കൊണ്ടുവന്നൊരു പ്ലാന്റാണ്. 5 വർഷമായി, കറക്റ്റ് 5 വർഷം പഴക്കമുണ്ട്. അതിൻ്റെ ബാക്കി എല്ലാ ശിഖരവും പോയി. ഞാൻ പിന്നെ പ്രൂൺ ചെയ്ത് വിട്ട് ഇപ്പോൾ ഈ ഒരു ശിഖരത്തിലാണ് എനിക്ക് ഇത്രയും ഫ്ലവർ കിട്ടിയത്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. എല്ലാവരും പറഞ്ഞാൽ കമ്പ് വെട്ടി നട്ടാൽ കിളിക്കും. ഞാൻ കുറേ വെച്ച് നോക്കി, പക്ഷേ എനിക്കിതുവരെ ഒന്നും പിടിച്ച് കിട്ടിയില്ല. ഇത് നല്ല ഡാർക്ക്, എന്നാ പറയുക, നല്ല വയലറ്റ് ഫ്ലവറായിട്ടോ. ഇനി ഇത് നമ്മുടെ മെലസ്റ്റോമ വൈറ്റ് ആണ് കേട്ടോ. ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസം. ആ വയലറ്റിനെയും കാട്ടി വലിയ ഫ്ലവറായിട്ടോ ഇത്. പിന്നെ അടുത്തൊരു മെലസ്റ്റോമ ഞാൻ കാണിച്ചു തരാം. ഇത് ലൈറ്റ് കളറ് മെലസ്റ്റോമയാണ്. ഇതിപ്പോൾ ഇത്രയും ഞാൻ 40 രൂപ കൊടുത്ത് മേടിച്ച പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചിറക്കൻ സൈക്കിളും കൊണ്ട് വന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഈ മഴയത്ത് സൈക്കിളോട്ട് ഇറങ്ങുക. പനി കഴിഞ്ഞതേ ഉള്ളൂ. പനി കഴിഞ്ഞതിൻ്റെ ആ ഒരിതാണ് കാണിക്കുന്നത് കേട്ടോ. ഉടുപ്പുമില്ല, ചെരുപ്പുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങ് നടക്കുക മഴയത്ത്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വേറെ ടൈപ്പുണ്ട്. അതിന് കലംവെട്ടി എന്ന് പറയും. ഇച്ചിരി ഭംഗി കൂടി, ഇച്ചിരി നല്ല ഹൈറ്റൊക്കെ, നല്ല ഫ്ലവറൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ പേരൊക്കെ മാറി മെലസ്റ്റോമ എന്നുള്ള പേരാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫ്ലവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇയാളെ ഇത് പോയി കഴിയുകയാണെങ്കിൽ അടുത്ത ഉടനെ തന്നെ ഞാൻ ഇതിനെ മേടിച്ച് വയ്ക്കും. വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. മഴയത്താണ് ഇപ്പോൾ ഇഷ്ടം പോലെ പൂവിട്ട് മുട്ടൊക്കെ തന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കണ്ട കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റണം. എന്നാലും അടുത്തത് ശരിയാവില്ല, മൊത്തത്തിൽ കരിയുത്. വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നിറച്ചും ഫ്ലവർ പിടിച്ചിരിക്കുന്ന പല കളറിലെ 10 മണി നിങ്ങൾ കണ്ടിട്ടുണ്ട്. മഴ കാരണം ഇവരെ ഇങ്ങോട്ടാക്കി. മഴയത്ത് ഏകദേശം കുറച്ച് പേരെ അഴുകിയായിരുന്നു. എന്നാലും ഞാൻ അവരെ കട്ട് ചെയ്ത് മാറ്റി വേറെ പോട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വെയിലും വെട്ടവും ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഫ്ലവർ വരെ ഇച്ചിരി പാടാണ്. അപ്പം നല്ല കുറച്ച് പേര് നമുക്ക് ഫ്ലവർ തരുന്നുണ്ട് ഇടയ്ക്ക്. ഇനിയും വെയിലത്ത് ഇത് വെക്കാൻ പറ്റും. കാര്യം മഴയത്ത് ഇത് മൊത്തത്തിൽ നശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അഴുകി പോകാൻ തുടങ്ങി കേട്ടോ പ്ലാന്റൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അഴുകി പോയി കഴിഞ്ഞാൽ ഉടനെ പ്ലാന്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റും. നെക്സ്റ്റ് വേറെ പോട്ടിലോട്ട് ഞാൻ ഇതിനെ. ഇതെൻ്റെ റെഡ് ലേഡി പപ്പായയാണ്. ഇന്നലത്തെ ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. നല്ല മുട്ടും നല്ലപോലെ മുട്ടൊക്കെ വന്നെയാണ്. ഇപ്പം നാളെ ഈ അവസ്ഥയിലാണ്. ഇനി ഞാൻ വിചാരിച്ച് ഇതിനെ ഇവിടം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ മണ്ടൊരു പാത്രം കമത്തി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത ശീലം വരും. പിന്നെ മഴയായതിനാൽ ഇവിടെ മൊത്തം കാട് ഏറി കിടക്കുകയാണ്. ഇനി വെയിൽ വരാൻ നമുക്ക് കാട് വെട്ടിത്തെളിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബുഷ് ഓറഞ്ചാണ്. മഴയത്ത് എന്തായാലും അതെല്ലാം പിടിച്ച് കിട്ടി. കാര്യം ഇത് പോയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാതെ അനക്കാതെ നിർത്തി. അങ്ങനെയുള്ള ഇലയൊക്കെ വന്ന് ഇപ്പോൾ ദാണ്ട് നമുക്ക് നിറയും കായിട്ട് നിൽക്കും കേട്ടോ. ബുഷ് നാരങ്ങ ഇല്ല. ഇത് നമ്മുടെ പെറ്റൂണിയ പോകുന്നതിന് മുമ്പ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ മാറ്റി
നട്ട് വെച്ചായിരുന്നു. പണ്ട് ഇവരൊക്കെ ഏകദേശം വേരൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇയാൾ ഇപ്പം നടുന്നില്ല, മഴ മാറിയിട്ട് നല്ലപോലെ വേരൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നടാമെന്ന് വിചാരിച്ച്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.